ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. ഈ സമയത്ത് ശ്രീജ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീജിനോട് വിക്രം ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു ഏടത്തേക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ അന്നത്തെ ഇന്ന് രാവിലെ കണ്ട ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ആ വീഡിയോയിൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു തരാം എടുത്തിയോടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു പോയൊരു കാര്യം പറയാൻ കേട്ടോ. അപ്പോൾ ഒരു പെൺകുട്ടി വരുമ്പോൾ ഒരു 3-4 പയ്യന്മാർ ചേർന്നിട്ട് ആ പെൺകുട്ടീനെ റാഗ് ചെയ്യാൻ കേട്ടോ, നീ ഞങ്ങൾക്കെതിരെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് ഈ കംപ്ലയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും വാക്ക് തർക്കമാവാണ്. അതിനുശേഷം ആ പയ്യൻ പെൺകുട്ടീനെ ഉമ്മ വയ്ക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇടയിൽ കയറിയിട്ട് കൈവയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ പാവൊരു പെൺകുട്ടിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കാൻ വരുന്നത്, ദയവ് ചെയ്ത് അവൾ ഉപദ്രവിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പയ്യൻ ചോദിക്കുകയാണ്, സജി എന്നാണ് ആ പയ്യൻ്റെ പേര്. അപ്പോൾ സജി ചോദിക്കുന്നുണ്ട് വിക്രമിനോട്, നീ ആരാടാ, ഇവളെ ലോക്കൽ ഗാർഡിയൻ ആണോ, നീയാണോ ഇവളെ വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങും കേട്ടോ. നിൻ്റെ സെറ്റപ്പ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വിക്രമിൻ്റെ ഷർട്ടിന് കയറി പിടിച്ചിട്ട് പറയുന്നത്, നിൻ്റെ കാര്യം ഞാൻ പിന്നെ തീർക്കാം, ആദ്യം ഞാൻ ഇവിടെ കാര്യം ഒന്ന് തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ പെൺകുട്ടിനെ കിസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് വിക്രം സജീനെ ചവിട്ടി താഴത്തിടുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് വിക്രമിനെ തല്ലാൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവാണ് കേട്ടോ. വിക്രമ തൻ്റെ കയ്യിലുള്ള ബാഗ് ഉപയോഗിച്ചിട്ട് എല്ലാവരെയും അടിച്ച് വീഴ്ത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സജീനെയും നല്ലൊരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സജീനോട് പറയുന്നുണ്ട്, നീ അധികം വിളച്ചിലൊന്നും എടുക്കണ്ട, ഇവിടെ ഞങ്ങൾ പഠിക്കാനാണ് വരുന്നത്, പഠിക്കാൻ വന്നവർക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നടന്നത് ഏടത്തി എന്ന് പറഞ്ഞിട്ട് ശ്രീജനോട് പറയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്, പക്ഷേ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നീ അങ്ങനെ അടി ഉണ്ടാക്കുന്ന ആളല്ലല്ലോ എന്ന് പറയുകയാണേ. അപ്പോൾ നിനക്ക് വേറൊരു കാര്യം ചെയ്യാനില്ലേ, ആ പെൺകുട്ടിയുടെ കാര്യം പ്രിൻസിപ്പാളിനോട് ചെന്ന് പറഞ്ഞാൽ പോരെ, നീ എന്തിനാണ് അതിൽ ഇടപെട്ടതെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അങ്ങനെ ഒരു പെൺകുട്ടി കൺമുന്നിൽ കിടന്ന് ഉപദ്രവിക്കുമ്പോൾ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നത് വരെ ആ പെൺകുട്ടി അപമാനിക്കപ്പെടണോ ഏട്ടത്തി എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശ്രീജ പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം ചെയ്യ്, നീ നടന്നതൊക്കെ അച്ഛനോട് പറയിട്ടോ, നാളെ നേരം വിളിക്കുമ്പോഴത്തേനെന്ന് പറയുമ്പോൾ ശരി എടുത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു വേദനയും ശ്രീജനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛനോട് തുറന്നു പറഞ്ഞു ചോദിക്കുകയാണ് കേട്ടോ. വിക്രം തുറന്നു പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും വേറൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അന്നത്തെ സംഭവം കാണിക്കാനേ. ശ്രീജ മുറ്റടിക്കുന്ന സമയത്ത് കുറച്ച് പിള്ളേർ അവിടേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ വിക്രം എവിടെയും ചോദിക്കും, എന്താ വിക്രമിനെ അന്വേഷിക്കണേന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ ഇന്നലെ ഒരു സാധനത്തിന് ഞങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവനത് തന്നിട്ടില്ല, കഞ്ചാവാണ് സാധനം എന്നൊക്കെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തെ ശ്രീജ പേടിക്കും. ശ്രീജ അങ്ങനെ ഉറക്കനെ വിളിക്കാണ്ട് വിക്രം എന്ന് പറഞ്ഞിട്ട് വിളിക്കാനായിട്ട്. അപ്പോഴേക്കും വിക്രം വരും. അപ്പോൾ സജി പറയാണ്, എടാ വിക്രം, നിൻ്റെ കയ്യിൽ ഇന്നലെ സാധനം ചോദിച്ചിട്ടുണ്ടായല്ലോ, അതെവിടെ, ഞങ്ങൾ സാധനം കൊണ്ടുപോയോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വിക്രം ചോദിക്കും, ആഹാ നിങ്ങളാണല്ലേ എൻ്റെ ബാഗിൽ അത് വെച്ചതെന്ന് ചോദിക്കുകയാണ്. അതെ, നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ കാശ് തന്നല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, വേഗം തന്നെ അത് എടുത്തുകൊണ്ട് പോയോ എന്ന് പറയും. അതെൻ്റെ അച്ഛൻ കത്തിച്ചു കളഞ്ഞോടാ, കാശ് മേടിച്ച് സാധനം കത്തിച്ചു കളയാണോ ചെയ്യുന്നത്, നീ കഞ്ചാവ് ബിസിനസ് നടത്തുന്നത് കൊണ്ടല്ലേ നിൻ്റെ കയ്യിൽ കാശ് തന്നിട്ട് ഞങ്ങൾ അത് മേടിക്കാൻ നോക്കിയത്, എന്നിട്ടിപ്പോൾ നീ തരം മാറാണോ ചോദിക്കുക കേട്ടോ. അതിനുശേഷം ഇത് നിൻ്റെ ചേട്ടത്തിയല്ലേ, ഈ ചേട്ടത്തിന് ഞങ്ങൾ റാഗ് ചെയ്താൽ നീ ചോദിക്കുമോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും ശ്രീജന അടുത്തേക്ക് വരികയാണ് കേട്ടോ. ശ്രീജനെ ഇങ്ങനെ കയറി പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് വിക്രം അവനെ ചവിട്ടിയിടുകയാണ്. പിന്നെ അങ്ങോട്ട് ഭയങ്കര അടിയാവുകയാണ്. അപ്പോഴേക്കും കമലാമ്മയും മാഷൊക്കെ വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുമ്പോൾ മാഷ് വന്ന് പിടിക്കുന്നുണ്ട്. കമലാമ്മയും ശ്രീജൊക്കെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മാഷ് ആ സജി എന്ന് പറഞ്ഞ ചെക്കനെ പിടിച്ചിട്ട് വലിച്ചിട്ട് ഉന്തിയിടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ സജിക്ക് അവിടെ നിന്നൊരു വടി കിട്ടുകയാണ്. ആ വടി വെച്ചിട്ട് മാഷിൻ്റെ തലയ്ക്കടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് പെട്ടെന്ന് തലയുടെ ബാക്കിൽ അടി കിട്ടുമ്പോഴേക്കും തലയിൽ നിന്ന് ബ്ലഡൊക്കെ വന്നിട്ട് വീഴാണ്. അപ്പോൾ ശ്രീജിയും കമലാമ്മയൊക്കെ മാഷെ പിടിക്കുന്നുണ്ട്. മാഷ് ഇങ്ങനെ നോക്കുമ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ അച്ഛനടിച്ചത് കണ്ടുകൊണ്ടുകൂടിയിട്ട് വിക്രമിൻ്റെ സ്വഭാവം മാറാണ് കേട്ടോ. ആ വടി മേടിച്ചിട്ട് വിക്രം എല്ലാവരെയും അടിച്ചോടിക്കുകയാണ് കേട്ടോ. ഈ കാഴ്ചയാണ് മാഷ് കാണുന്നത്. അപ്പോൾ മാഷിൻ്റെ അടുത്തേക്ക് വിക്രം അവരെ ഓടിച്ചതിന് ശേഷം ചെല്ലുമ്പോൾ മാഷ് തൊടാനായിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. കമലെ കണ്ടില്ലേ, നിൻ്റെ മോൻ കോളേജിൽ പോകുന്നത് ഗുണ്ടായസം പഠിക്കാനാണെന്ന് മനസ്സിലായില്ലേ, ഇന്ന് ഒരു അച്ഛനും കാണാൻ പറ്റാത്തൊരു കാഴ്ചയില്ലടാ എൻ്റെ കൺമുന്നിൽ കണ്ടത് എന്ന് പറയും കേട്ടോ. ഇനി എന്തായാലും നീ എന്നോട് മിണ്ടാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് കേട്ടോ. വിക്രം ഒന്ന് തൊടാൻ പോലും മാഷ് സമ്മതിക്കുന്നില്ല. എന്നിട്ട് വിക്രമാണെന്നുണ്ടെങ്കിൽ അവിടെ താഴത്തിരുന്നിട്ട് പൊട്ടിക്കരയാണ്.
അപ്പോൾ പിന്നെ കാണിക്കുന്നത് വേദനയും ശ്രീജനെയാണ് കേട്ടോ. അപ്പോൾ വേദന ചോദിക്കുന്നുണ്ട്, അപ്പോൾ സത്യങ്ങളൊന്നും അച്ഛൻ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല, ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ വിക്രം അവിടെ നിന്ന് രാത്രി ഇറങ്ങിപ്പോയി, രാത്രി വന്നൊന്നുമില്ല എന്ന് പറയും കേട്ടോ. ആരോടും പറഞ്ഞില്ല. അമ്മ കിടന്ന് ഒച്ചയും ബഹളവും കരച്ചിലായി. അച്ഛനാണെങ്കിൽ അന്വേഷിച്ച് പോയൂല. അപ്പോൾ പിന്നെ എവിടെയായിരുന്നു വിക്രം ഞാൻ വിശേഷനെ കൊണ്ട് വിക്രമിനെ അന്വേഷിപ്പിച്ചു. വിക്രം കൂട്ടുകാരൻ്റെ കൂടെ ഹോസ്റ്റലിലാണെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് വിശേട്ടൻ തന്നെ പോയിട്ട് വിക്രമിനെ വിളിച്ചുകൊണ്ട് വന്നു വീട്ടിലേക്ക് എന്ന് പറയും. അപ്പോൾ അതിനുശേഷം പിന്നെ എന്തുണ്ടായി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതിനുശേഷം പിന്നീട് വിക്രം കോളേജിൽ പോയി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവർ ചെന്നിട്ട് വിക്രമിനോട് അങ്ങോട്ട് വഴക്കുണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നീട് ചെറിയ ചെറിയ പോലീസ് കേസുകളൊക്കെ ആയി തുടങ്ങി. കാരണം വിക്രമിൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും അവസാനം കുറ്റം വിക്രമിൻ്റെ തലയിൽ വന്നു വീഴും. അതങ്ങനെ അവർ ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ അമ്മയുടെ നിർബന്ധപ്രകാരം അച്ഛൻ പോയിട്ട് 2-3 തവണ വിക്രമിനെ ജാമ്യത്തിലൊക്കെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ദിവസം കഞ്ചാവ് വിക്രമിൻ്റെ കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചു. കോളേജിൽ വെച്ചിട്ട് ആരോ ചതിച്ചതാണ്. അപ്പോൾ അച്ഛൻ ജാമ്യം എടുക്കാൻ പോയിട്ട് ജാമ്യം കിട്ടിയൊന്നുമില്ല. അപ്പോഴേക്കും കമലാമ്മനെയും മാഷയാണ് കേട്ടോ പണ്ടത്തെ കാര്യം കാണിക്കുന്നത്. അപ്പോൾ എന്ത് ജാമ്യം കിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ജാമ്യം കിട്ടില്ല, സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല, കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം കിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയായിരുന്നില്ലേ ചോദിക്കുമ്പോൾ അമ്മമാരല്ലെങ്കിൽ അങ്ങനെയാണ്, മക്കളുടെ കുറ്റമൊന്നും അത്ര പെട്ടെന്ന് അംഗീകരിച്ച് തരൂല, ഇതൊക്കെ നമ്മുടെ വിധിയാണ്, ഇനി ഒഴുക്കിനനുസരിച്ച് നീങ്ങി നിവർത്തിയുള്ളൂ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് ഇങ്ങനെ വിഷമിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വിക്രം ഇന്ന് സ്റ്റേഷനിലേക്ക് എടുക്കേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടി വരും, വേറെ നിവർത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ കമലാമ്മ പൊട്ടിക്കറിയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയും ശ്രീജയും വീട്ടിലെത്തിയിട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട്. പിന്നെ എന്തുണ്ടായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയാണ് പിന്നീടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായി. പിന്നെ അവസാനം എൻ്റെയും ജാമ്യത്തിലിറങ്ങി വിക്രം വന്നു. പക്ഷേ എൻ്റെയും അമ്മയുടെ നിർബന്ധ പ്രകാരം അച്ഛൻ വിക്രമിനെ വേണ്ടിയിട്ട് കോളേജിൽ പ്രിൻസിപ്പലിനെ ചെന്ന് കാണാനായിട്ട് തീരുമാനിച്ചു. എപ്പോഴെപ്പോഴും അവരിങ്ങനെ വഴക്കുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ ജീവിതം എന്താവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ വിക്രമിനെ ആ ഒരു ഇതിൽ നിന്ന് മാറ്റാനായിട്ട് അമ്മയും ഞാനും അച്ഛനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലെ കോളേജിലേക്ക് പ്രിൻസിപ്പാളിനെ കാണാൻ പോയി. അപ്പോൾ പോലീസുകാരുടെ കൂടെയാണ് അച്ഛൻ പോകുന്നത്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് മാഷ് ചെന്ന് പ്രിൻസിപ്പാളിനോട് സംസാരിക്കും, പ്രിൻസിപ്പാൾ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് കോളേജിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുകയാണ് കേട്ടോ. വിക്രമിൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ എന്ത് പറ്റിയ കുട്ടിക്ക് എത്ര നന്നായി പഠിച്ചിരുന്ന ആളാണ്, യൂണിവേഴ്സിറ്റി ലെവലിൽ റാങ്ക് മേടിക്കാനായിട്ട് യോഗ്യത ഉള്ള ഒരാളാണ് വിക്രം. പക്ഷേ ഇപ്പോൾ എന്താണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്കൊക്കെ നല്ലതാണ്, ഇപ്പോൾ എന്തോ പ്രശ്നത്തിലൊക്കെ ചെന്ന് പോയിടാണല്ലോ ചോദിക്കുമ്പോൾ അപ്പോൾ മാഷ് പറയുന്നുണ്ട് ഇവിടെ ഒരു നോട്ടോറിയസ് ഗ്യാങ് തന്നെയുണ്ട്. അപ്പോൾ ആ പിള്ളേരാണ് വിക്രമിനെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് പല രീതിയിലും എന്ന് പറയുകയാണ്. അപ്പോൾ പ്രിൻസിപ്പാൾ പറയുന്നത് ശരിയാണ്, അങ്ങനെ ഒരു ഗ്യാങ് ഇവിടെ ഉണ്ട്, പലതവണ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ നിവർത്തിയില്ല, മുകളിലും ആൾക്കാരുണ്ടല്ലോ, അതുവഴി അവർ വീണ്ടും കോളേജിലേക്ക് തന്നെ തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ടിരുന്ന എപ്പിസോഡ്